അയ്യോ, ഇന്നും ചാള. നമുക്കിന്ന് പച്ചക്കുരുമുളക് ഇട്ടൊന്ന് കറി വെച്ച് നോക്കിയാലോ. ചാറിലേക്ക് കുറച്ച് പച്ചക്കുരുമുളക് ചേർത്ത് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്ത് ഇനി ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളകും കൂടെ ചേർക്കാം. പുളിയാണ് ഇനി ചേർക്കാനുള്ളത്. ഞാനിവിടെ പുളി വെള്ളമാണ് ചേർക്കുന്നത്. പുളി വെള്ളമാണ് എനിക്ക് ചേർക്കാൻ ഇഷ്ടം. ഇനി അതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് നമുക്കിനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് കടുക് വറുത്തിട്ട് അതിലേക്ക് ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം ഉലുവാപ്പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ജാറിൽ തയ്യാറാക്കി വെച്ചിരുന്ന കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഉപ്പാണ് ചേർക്കാനുള്ളത്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർക്കാം. ഇനി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചാളക്കുട്ടന്മാരെ ആ തിളച്ച കറിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചാളക്കുട്ടന്മാർക്ക് എന്നും ഇത് തന്നെ സൈസ്, ഇവർ വളരുന്നില്ലേ എന്നാ ഡൗട്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുക്കാനേ. കറി ഏതാണ്ടൊക്കെ തിളച്ചൊക്കെ എത്തി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർക്കാം. നമ്മുടെ കറി ഇളക്കാൻ പാകമായിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്